സർക്കാരുമായിട്ട് ഈ സർക്കാരുമായിട്ട് ഇത്രയും രസത്തിലില്ലാത്തൊരു ഗവർണർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഗവർണറുടെ കാലാവധി കഴിഞ്ഞത് സെപ്റ്റംബർ 5-നാണ്. 3 മാസവും 20 ദിവസവും കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു കെയർടേക്ക് ഗവർണറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും നല്ല ബുദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ കാട്ടിയതുപോലെ തന്നെ അദ്ദേഹം ബീഹാറിലും അദ്ദേഹത്തിൻ്റെ പ്രത്യേക കഴിവുകൾ ഉപയോഗിക്കുമെന്നും ആശിക്കുന്നു. കേരളത്തിൽ 24 ഗവർണർമാരുണ്ടായിട്ടുണ്ട്. ആ ഗവർണർമാരിൽ എന്തുകൊണ്ടും വ്യത്യസ്തനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരിഫ് ഖാൻ. കേരളത്തിൻ്റെ 1ാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ മുതൽ നാളിതുവരെയായി കേരളത്തിൽ വന്ന ഒരു ഗവർണർമാരും ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരിഫ് ഖാൻ കാട്ടിയ സമീപനം കാട്ടിയിട്ടില്ല. ഞാൻ മന്ത്രി എന്നുള്ള നിലയിലും പാർലമെൻ്ററി നിയമവകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലയിലും എത്രയോ തവണ അദ്ദേഹവുമായി ബന്ധപ്പെടാനുള്ള അവസരം ലഭിച്ച ഒരാളാണ്. അസംബ്ലി വിളിക്കാൻ തീരുമാനിച്ചാൽ പോലും വിസമ്മതം രേഖപ്പെടുത്തുക, ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുള്ള നയപ്രഖ്യാപനം വായിക്കാതിരിക്കുന്നതിനും വായിച്ചാൽ തന്നെ ഭേദഗതികളോടുകൂടി തൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും തയ്യാറാകുക. നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ബില്ലുകൾ അനന്തമായി ഗവർണറുടെ ഓഫീസിൽ തടഞ്ഞു വെക്കുക, അതിനുശേഷം പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചാൽ പ്രസിഡന്റിനെ അയക്കുക, ജനാധിപത്യപരമായി ഭരണഘടനാപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ക്രിമിനലുകളെന്ന് വിളിക്കുക, വൈസ് ചാൻസലർമാരെ ക്രിമിനലുകളെന്ന് വിളിക്കുക, സ്വന്തം നിലയിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുക, BJP ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന ആൾക്കാരെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും നോമിനേറ്റ് ചെയ്യുക. ഈ രൂപത്തിൽ കേരളം കണ്ട 24 ഗവർണർമാരിൽ എന്തുകൊണ്ടും വിഭിന്നനാണ്, വ്യത്യസ്തനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരിഫ് ഖാൻ. അദ്ദേഹത്തിന് കുറ്റബോധം തോന്നാതിരിക്കണമെങ്കിൽ അദ്ദേഹം ഇവിടെ കാണിച്ച അതേ പ്രവൃത്തികൾ തന്നെ ഞാൻ ചെയ്തത് ഭരണഘടനാപരമായിട്ടാണ്, അതുകൊണ്ട് ഞാൻ ബീഹാറിലും ചെയ്യും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കണം. ഗവർണർ പോകുന്നതിലാകെ വിഷമത ഉണ്ടാകുക ഒന്ന് BJPക്കാണ്, പിന്നെ കോൺഗ്രസ്സിലെ ചിലർക്കും, തിരുവഞ്ചൂരിനെ പോലുള്ള ആൾക്കാർ. ജസ്റ്റിസ് സദാശിവം ഇവിടുത്തെ ഗവർണറായിരുന്നു. അദ്ദേഹം വ്യക്തിപരമായി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിയമസഭ പാസ്സാക്കുന്ന ചില നിയമങ്ങളോട് എനിക്ക് യോജിപ്പില്ല, ഭരണഘടനാ വിരുദ്ധമാണ്, എങ്കിലും ഞാൻ ഒപ്പിടാൻ നിർബന്ധിക്കപ്പെടുകയാണ്. അതിലേറ്റവും നല്ല ഉദാഹരണം കരുണ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീറ്റ് തയ്യാറാക്കിയ ലിസ്റ്റ് പ്രായോഗികമായി ആ ലിസ്റ്റിൽ നിന്ന് ആളെ എടുക്കുന്നതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഈ 2 മാനേജ്മെൻറ്റിനും ഉണ്ടായ ഘട്ടത്തിലാണ് ആ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ബില്ല് ഞങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഗവർണർ, കോഴിക്കോട് നിന്ന് മുൻ ഗവർണർ ജസ്റ്റിസ് സദാശിവം എന്നോട് പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് സുപ്രീം കോടതിയിൽ പോയാൽ നിൽക്കില്ല, പക്ഷേ എന്നാലും ഞാൻ അംഗീകരിക്കും, കാരണം നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമം
അത് ഒപ്പിടുക എന്നുള്ളതാണ് എൻ്റെ ബാധ്യത. നിയമസഭയെ അവഹേളിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉത്തരവാദിത്വം. ആ അറ്റം വരെ പോയ ഗവർണർമാരും ഇവിടെ ഉണ്ടായിരുന്നു.